इसी तरह एलडीएफ ने कुछ सोने के टुकड़ों के लिए अयप्पा भगवान को भी धोखा दिया है। देश की और केरल की जनता अब उनसे यह पूछ रही है, आखिर सबरीमाला मंदिर का सोना कहां गया? അതുകൊണ്ടാണ് അഴിമതി യുഡിഎഫും എൽഡിഎഫും അതുകൊണ്ടാണ് അഴിമതി, പൊതുജനങ്ങളെ കൊള്ളയടിക്കൽ, പ്രീരണം എന്നിവയിൽ കാര്യത്തിൽ എൽഡിഎഫും യുഡിഎഫും പോലെയാണെന്ന് ഞാൻ പറയുന്നു. കേരളം സ്വന്തം ആയിട്ടുള്ള ഒരു നാടെന്ന് അറിയപ്പെടുന്ന അവിടെ അയ്യപ്പന്റെ ശബരിമലത്തിന്റെ കൊള്ളയടിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞു. ആ ശബരിമലയിലെ സ്വർണം എങ്ങോട്ടാണ് പോയെന്നാണ് ഞാൻ ചോദിക്കുന്നത്. मुझे बताया गया है कि कुछ कम्युनिस्ट पार्टी के नेताओं ने सोना की चोरी किया और इस चोरी के सोनों को बेचने में कांग्रेस के नेताओं ने उनकी मदद की है। इस केस के मुख्य आरोपी की तस्वीर भी कांग्रेस के बड़े नेताओं के साथ है। इस बात से यह पूरी तरह से साफ हो जाता है भ्रष्टाचार में कौन लिखता। और इस बात से आप क्या समझते हैं? समझना यह है कि यह गंगाधर ही शक्तिमान है, यानी एलडीएफ और यूडीएफ दोनों एक ही हैं। ചില കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കൾ സ്വർണം മോഷ്ടിച്ചു, കോൺഗ്രസ് നേതാക്കൾ അത് വിൽക്കാൻ സഹായിച്ചു. ഈ കേസിലെ പ്രധാന പ്രതിയെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളോടൊപ്പം ചിത്രം നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതെല്ലാം വ്യക്തമാക്കുന്നത് തന്നെ നിങ്ങൾക്ക് മനസ്സിലായാൽ എന്താണെന്ന്. ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നത് എന്താണ്? ഗംഗാധരൻ തന്നെയാണ് ശക്തിമാൻ എന്ന്. ഇതിന്റെ അർത്ഥം എൽഡിഎഫും യുഡിഎഫും ഒന്നാണെന്നാണ്. केरल सरकार को यह स्पष्ट करना होगा कि आखिर मंदिर की संपत्ति की रक्षा में इतनी बड़ी चूक कैसे हुई। एलडीएफ सरकार बार बार करोड़ों श्रद्धालुओं की आस्था को ठेस पहुंचाने का काम करती है और हम 2018 की घटना नहीं भूले हैं, जब सबरीमाला मंदिर की परंपराओं और श्रद्धालुओं की भावनाओं के खिलाफ जाकर मंदिर में यहां की सरकार ने एंट्री कराई थी। और आज भी एलडीएफ अपना पक्ष साफ नहीं कर रही है, वेग स्टैंड ले रही है। वह भी चुनाव तक, जैसे ही चुनाव होगा ये लोग फिर भगवान अयप्पा के भक्तों का अपमान करेंगे। ക്ഷേത്രത്തിന്റെ സ്വത്ത് സംരക്ഷിക്കുന്നതിൽ ഇത്രയും വലിയ വീഴ്ച സംഭവിച്ചത് എങ്ങനെയാണെന്ന് കേരള സർക്കാർ വിശദീകരണം. ദശലക്ഷക്കണക്കിന് ഭക്തരുടെ വിശ്വാസത്തെയാണ് എൽഡിഎഫ് സർക്കാർ ആവർത്തിച്ച് വ്രണപ്പെടുത്തിയത്. ഭക്തരുടെ പാരമ്പര്യങ്ങൾക്കും വികാരങ്ങൾക്കും വിരുദ്ധമായി 2018 സർക്കാർ ശബരിമല ക്ഷേത്രത്തിൽ പ്രവേശനം അനുവദിച്ച സംഭവം നമ്മൾ മറന്നിട്ടില്ല. ഇന്നും എൽഡിഎഫ് നിലപാട് വ്യക്തമാക്കുന്നില്ല, അവ്യക്തമായിട്ട് നിലപാട് സ്വീകരിക്കുന്നു. അതും തിരഞ്ഞെടുപ്പ് നടന്നാൽ ഉടൻ ഈ ആളുകൾ വീണ്ടും അയ്യപ്പ ഭക്തരെ അഭിമാനിക്കും. बहनों भाइयों, केरलम में न तो भगवान सुरक्षित हैं और न तो इंसान सुरक्षित है। आज यहाँ आम आदमी खुलकर अपनी बात नहीं कह पाता है। विरोध करने वालों को अपनी जान से हाथ धोना पड़ता है। हमारे सैकड़ों कार्यकर्ताओं का कम्युनिस्टों ने मर्डर किया है। याद कीजिए 2016 की कन्नूर की वो घटना, जब पीवी सुजीत की उनकी मां के सामने ही ब्रूटल तरीके से हत्या कर दी गई थी। यह अकेली घटना नहीं है। हमेशा दुनिया भर से कम्युनिस्टों ने हिंसा और लूट और खून खराबे का रास्ता उन्होंने बराबर अपनाया है। भारत में भी आज़ादी के बाद से ही कम्युनिस्टों ने हमेशा हिंसा की है। भाजपा और आरएसएस के कार्यकर्ता केरल में दशकों से कितनी यातना झेल रहे हैं, इसे जानना हो। आज जो हमारे राज्यसभा के मेंबर ऑफ पार्लियामेंट हैं, सदानंद मास्टर जी की कहानी काफी है। सीपीएम समर्थकों ने सदानंद जी के दोनों पैर काट लिए थे। ഇന്ന് കേരളത്തിൽ ദൈവമോ മനുഷ്യരോ സുരക്ഷിതരല്ല. ഇന്ന് സാധാരണക്കാർക്ക് മനസ്സ് തുറക്കാൻ കഴിയുന്നില്ല. അവരെ എതിർക്കുന്നവർ സ്വന്തം ജീവൻ പോലും നഷ്ടമാവും എന്നുള്ളൊരു രീതിയാണ് ഇവിടെ ഉള്ളത്. നമ്മുടെ 100 കണക്കിന് പ്രവർത്തകരെയാണ് കമ്മ്യൂണിസ്റ്റുകാർ കൊല്ലപ്പെടുത്തിയിട്ടുള്ളത്. 2016 കണ്ണൂരിൽ PV സുജിത്തിനെ അമ്മയുടെ മുന്നിൽ വെച്ച് ക്രൂരമായി കൊലപ്പെടുത്തിയ സംഭവം നമ്മൾ മറന്നിട്ടില്ല. ഇത് ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല. ലോകമെമ്പാടുമുള്ള കമ്മ്യൂണിസ്റ്റുകാർ എപ്പോഴും അക്രമത്തിലും രക്തച്ചൊരിച്ചിലുമാണ് ഏർപ്പെട്ടുള്ളത്. ഇന്ത്യയിലും സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം കമ്മ്യൂണിസ്റ്റുകാർ എപ്പോഴും അക്രമത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. പതിറ്റാണ്ടുകളായി കേരളത്തിൽ BJP RSS പ്രവർത്തകർ നേരിടുന്ന പീഡനം മനസ്സിലാക്കണമെങ്കിൽ സദാനന്ദ് മാസ്റ്റർജിയുടെ കഥ മാത്രം നോക്കിയാൽ മതി. CPMന്റെ അനുയായികൾ സദാനന്ദ് മാസ്റ്റർജിയുടെ 2 കാലുകളുമാണ് മുറിച്ചു മാറ്റിയത്. हिंसा के लिए केरलम की पहचान कम्युनिस्टों ने बनाई है। हमें इसे बदलना होगा और हम चाहते हैं कि केरलम प्रगति के रास्ते पर जाना चाहिए और विकास के लिए जाना चाहिए और इंडस्ट्री के लिए जाना चाहिए। एलडीएफ और यूडीएफ दोनों പൊളിറ്റിക്കൽ അപ്പീസ്മെന്റ് पर टिकी हुई हैं। കമ്മ്യൂണിസ്റ്റുകാരും ഇപ്പോൾ കേരളത്തിന്റെ ഐഡന്റിറ്റി അക്രമം എന്നുള്ള രീതിയിലേക്ക് സൃഷ്ടിച്ചു കഴിഞ്ഞു. നമുക്കത് മാറ്റണം.
കേരളം പുരോഗതിക്കും വികസനത്തിനും വ്യവസായത്തിനും വേണ്ടിയുള്ള പേരാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. LDFന്റെയും UDFന്റെയും രാഷ്ട്രീയം പ്രീരണത്തിന് അടിസ്ഥാനം ഉള്ളതാണ് ഇപ്പോൾ നടക്കുന്നത്. आपको मुनम्बम की घटना अच्छी तरह याद होगी, ऐसा मैं मानता हूं कि कैसे 600 से ज्यादा परिवारों को वक्फ बोर्ड के फैसलों के कारण बेदखली का सामना करना पड़ा था। और ये बड़े दुख की बात है कि इन परिवारों के अधिकारों की रक्षा करने के बजाय LDF और UDF ने अपना वोट बैंक चुना, उन परिवारों को उनके हाल पर छोड़ दिया गया। हम ऐसे सभी अन्याय से लड़ने के लिए वक्फ अमेंडमेंट बिल लेकर आए ताकि पूरे देश में ऐसा कभी न हो सके। गरीब लोगों की जमीनें छीनी न जा सकें, लेकिन LDF और UDF दोनों ने उसका विरोध किया। संसद में चर्चा या मतदान होने से पहले ही LDF और UDF ने इस बिल के खिलाफ प्रस्ताव पारित कर दिया। यह दिखाता है कि जब बात वोट बैंक की आती है तो ये दोनों दल कितनी जल्दी एक साथ खड़े हो जाते हैं। മുനമ്പം സംഭവം നമ്മൾ എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ അല്ലേ? വഖഫ് ബോർഡിന്റെ തീരുമാനങ്ങൾ കാരണം 600-ലധികം കുടുംബങ്ങൾ കുടിയേർക്ക് പെടും എന്നുള്ള ഒരു ഭീഷണിയിലേക്ക് അവിടെ വന്നിരുന്നു. അത് നമ്മൾ ആരും മറന്നിട്ടില്ല. ഈ കുടുംബങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് പകരം LDFും UDFും അവരുടെ വോട്ട് ബാങ്ക് തെരഞ്ഞെടുപ്പിന് വേണ്ടി ഒരുമിച്ച് നിൽക്കുന്നതാണ് നമ്മൾ കണ്ടത്. അവസാനം ആ കുടുംബങ്ങൾക്ക് സ്വന്തം രക്ഷ സ്വന്തമായിട്ട് തന്നെ നേടേണ്ടി വന്നു. രാജ്യത്തിനുടനീളം ഇത് സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഇത്തരം എല്ലാ അനീതികൾക്കെതിരെ പോരാടുന്നതിനു വേണ്ടി നമ്മൾ വഖഫ് ഭേദഗതി ബില്ല് കൊണ്ടുവന്നു. പാവപ്പെട്ടവരുടെ ഭൂമി തട്ടിയെടുക്കാൻ കഴിയില്ലായിരുന്നു ആ ബില്ലിന് പ്രകാരം. എന്നാൽ LDFും UDFും അതിനെ എതിർത്തു. ബിൽ പാർലമെന്റിൽ ചർച്ച ചെയ്യാനോ വോട്ട് ചെയ്യാനോ കഴിയുന്നതിന് മുമ്പ് തന്നെ LDFും UDFും അതിനെതിരെ ഒരു പ്രമേയം പാസാക്കി. വോട്ട് ബാങ്ക് വിഷയങ്ങളിൽ ഈ രണ്ട് പാർട്ടികളും എത്ര വേഗത്തിലാണ് ഒത്തുചേരുന്നത് എന്ന് നമ്മൾ കാണുന്നു. आज केरलम में एक्सट्रीमिज्म का खतरा मंडरा रहा है। केरलम के कई नौजवान इस एक्सट्रीमिज्म के शिकार हो रहे हैं और यह हो रहा है क्योंकि LDF और UDF दोनों ही यहाँ अपीजमेंट की पॉलिटिक्स कर रहे हैं। आज सवाल साफ है कि केरल को जमायत इस्लामी से कौन बचाएगा, PFI से कौन बचाएगा, FDPI से कौन बचाएगा। LDF और UDF इस एक्सट्रीमिज्म के खिलाफ कुछ नहीं करेंगे। अगर कोई पार्टी केरल को इस डिविसिव एजेंडे से बचा सकती है तो वह केवल और केवल भारतीय जनता कर सकती है। इसलिए अगर केरलम को विकास के रास्ते पर ले जाना है तो इस बार भाजपा ही अकेले यह अल्टरनेटिव है, NDA ही अल्टरनेटिव है। ഇന്ന് കേരളത്തിൽ തീവ്രവാദി ഭീഷണി വളരെ വലുതാണ്. കേരളത്തിലെ നിരവധി യുവാക്കൾ ഈ തീവ്രവാദത്തിന് ഇരയാകുന്നു. LDFും UDFും പ്രീരണ രാഷ്ട്രീയം പ്രയോഗിക്കുന്നുണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ഇന്ന് ചോദ്യം വളരെ വ്യക്തമാണ്. ജമാഅത്തെ ഇസ്ലാമിയിൽ നിന്ന് കേരളത്തെ ആര് രക്ഷിക്കും? PFIയിൽ നിന്ന് ആര് രക്ഷിക്കും? SDPIയിൽ നിന്ന് ആര് രക്ഷിക്കും? LDFും UDFും ഈ തീവ്രവാദത്തിനെതിരെ ഒന്നും ചെയ്യില്ല. കാരണം അത് അവരുടെ വോട്ട് ബാങ്കിനെ അപകടത്തിലാക്കും. ഏതെങ്കിലും പാർട്ടിക്ക് അവരുടെ വിഘടന അജണ്ടയിൽ നിന്ന് കേരളത്തെ രക്ഷിക്കാൻ കഴിയുമെങ്കിൽ അത് BJP മാത്രമാണ്. അതിനാൽ കേരളത്തിന്റെ വികസനത്തിന് പാതയിലേക്ക് നയിക്കണമെങ്കിൽ ഇത്തവണ BJP മാത്രമാണ് ഏക പോംവഴി. जो कांग्रेस खुद को संविधान और सेकुलरिज्म का सबसे बड़ा रक्षक बताती फिरती है, वही कांग्रेस अपीजमेंट और अपॉर्चुनिज्म की पॉलिटिक्स में किस हद तक गिर चुकी है यह केरल की जनता अच्छी तरह देख रही है। कांग्रेस ने निलंबूर विधानसभा उपचुनाव में खुलकर जमायत इस्लामी जैसे संगठन का समर्थन किया है। और याद कीजिए, कांग्रेस के ही नेता ओमेन चांडी तक भी इस संगठन को खतरनाक और राष्ट्र विरोधी बताते थे। सोशल डेमोक्रेटिक पार्टी ऑफ इंडिया के बारे में अक्सर कहा जाता है उसका संबंध बैंड पॉपुलर फ्रंट ऑफ इंडिया से है, लेकिन कांग्रेस मंजेश्वरम में उसके सहारे चुनाव जीतने की तैयारी कर रही है. ഭരണഘടനയും മതേതരത്വത്തിന്റെ ഏറ്റവും വലിയ സംരക്ഷകർ എന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസ് പ്രീരണത്തിന്റെയും അവസരവാദത്തിന്റെയും രാഷ്ട്രീയത്തിലേക്ക് എത്രത്തോളം വീണു എന്ന് കേരളത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംഘടനയെ കോൺഗ്രസ് പരസ്യമായാണ് പിന്തുണ സ്വീകരിച്ചത്. കോൺഗ്രസ് നേതാവ് ഉമ്മൻചാണ്ടി പോലും ഈ സംഘടനയെ അപകടകരവും ദേശവിരുദ്ധമാണ് എന്ന് വിളിച്ചിരുന്നത് നമ്മൾ ഓർക്കുക.
നിരോധിച്ച പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുമായി ബന്ധമുണ്ടെന്ന് പലപ്പോഴും അറിയപ്പെടുന്നു. എന്നിരുന്നാലും മഞ്ചേശ്വരത്തെ തിരഞ്ഞെടുപ്പ് ജയിക്കാൻ കോൺഗ്രസ് അവരുടെ പിന്തുണ എടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.